ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6 മണി കേട്ടപ്പോ നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടേ എന്തൊക്കെ ഉള്ളതെന്ന് പോയി നോക്കാം. വരി. രാവിലെ 6 മണി ആയതുകൊണ്ട് വാഹനങ്ങളൊക്കെ വളരെ കുറവാട്ടോ റോഡിൽ. സൗദി അറേബ്യന്റെ മനോഹാരിത അറിയണമെങ്കിൽ അതിരാവിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യണം. അപ്പോഴുള്ളൂ ഓരോ ഗ്രാമത്തിൻ്റെ മനോഹാരിത മനസ്സിലാവുള്ളൂ. ഈ സമയങ്ങളിൽ അധികം റോഡിൽ കാണാറ് റോഡ് ക്ലീനാക്കുന്ന ആളുകളും അതുപോലെ തന്നെ വീടുകളിലെ വേസ്റ്റൊക്കെ സ്വരൂപിച്ചിട്ട് കോർപ്പറേഷൻ്റെ വണ്ടി വന്നിട്ട് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകളാണ് അധികം കാണാറ്. അങ്ങനെ നമ്മൾ പച്ചക്കറി മാർക്കറ്റിൽ എത്താറായിട്ടോ. സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടാവും. അവിടെ പോയിട്ട് സൗദികൾ അതിരാവിലെ പോയിട്ട് ലേലം വിളിച്ചിട്ട് അതാത് സീസണിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ആ സീസണിൽ ഇറങ്ങുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പം ചൂടായതുകൊണ്ട് തണ്ണിമത്തനും അതുപോലെ തന്നെ ഷമാമാണ് അധികം കാണാറ്. പിന്നെ മുന്തിരി അത്തിപ്പഴമൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും ഏറ്റവും കൂടുതൽ തണ്ണിമത്തനും ഷമാമുമാണ് ചൂടുകാലത്ത് ഉപയോഗിക്കാറ്. ഈ ഷമാമിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ഒരുപാട് വിറ്റാമിനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓരോ സീസണിൽ ചൂടാണെങ്കിൽ ചൂടിനനുസരിച്ചുള്ള പഴവർഗ്ഗങ്ങളും തണുപ്പാണെങ്കിൽ അതിനനുസരിച്ചുള്ള പഴവർഗ്ഗങ്ങളാണ് സൗദി അറേബ്യയിലെ അൽഖസീം പ്രവിശ്യയിൽ അധികം ഉണ്ടാവാറ്. നമ്മളെ വയനാട്ടുകാരൻ ഷിയാബ് ഭായിൻ്റെ നേതൃത്വത്തിലാട്ടോ ഈ കട പ്രവർത്തിക്കുന്നത്. ആൾ 10-20 കൊല്ലമായിട്ട് ഈ കടയിലാണ് നല്ല കച്ചവടം ചെയ്തിട്ട് ഒരുപാട് സൗദികളുമായിട്ട് സൗഹൃദങ്ങൾ നിലനിർത്തി പോകുന്ന ആളാണ്. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചെറിയൊരു തക്കാളി പോലത്തെ സാധനമാണ് ഇത്. നമ്മൾ സാമ്പാറിൽ ചിക്കൻ കറിയിൽ എല്ലാത്തിലും ഉപയോഗിക്കുന്ന കോമൺ ആയിട്ട് കാണുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ പേര് കൂസ എന്നാണ് നമ്മൾ പറയാറ്. ഇത് സൗദി അറേബ്യയിൽ മാത്രമാണ് കാണാറ്, നാട്ടിലങ്ങനെ കാണാറില്ല. പിന്നെ പറഞ്ഞാൽ സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഇങ്ങനത്തെ മാർക്കറ്റുകളിൽ വളരെ ചീപ്പ് വിലക്കും അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ അതിരാവിലെ ഇവിടെ വന്നിട്ട് ലേലം വിളിച്ചെടുക്കണം. മുന്തിരിയൊക്കെ കണ്ടില്ല നിങ്ങൾ, മസറയിൽ നിന്നൊക്കെ നേരെ പറിച്ചിട്ട് ഇവിടെ വന്നിട്ട് ആളുകൾ ലേലം വിളിച്ചിട്ട് വിൽപ്പന നടത്തുക ചെയ്യുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരുന്നടി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളെ വിൽക്കാൻ പറ്റുള്ളൂ. നാട്ടിലെ മാതിരി ഉടായ്പൊന്നും നടക്കില്ല. കേടായ സാധനങ്ങൾ അതുപോലെ തന്നെ മരുന്നടിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ഇവിടെ വിൽക്കാൻ പറ്റില്ല. വലിയ കർശന നിയന്ത്രണമുള്ള സ്ഥലമാണ് സൗദി അറേബ്യ. പിന്നെ പറഞ്ഞാൽ എൻ്റെ ജീവിതമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ ഈ ഉനൈസയിലെ പച്ചക്കറി മാർക്കറ്റ്. അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികൾക്ക് അൽഖസീമിൽ ഉനൈസയിലുള്ള ഒരുപാട് പ്രവാസികൾക്ക് അത്താണിയായിട്ട് മാറിയിട്ടുള്ള ഒരു മാർക്കറ്റായിരിക്കും ഇത്. കാരണം പണിയില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പണിയെടുത്ത് ലോഡൊക്കെ ഇറക്കിയിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഒക്കെ ഉണ്ടായതും എന്താ പറയുക ഒരു മുന്നോട്ടുള്ള ചുവടുവെപ്പിന് നമുക്കൊക്കെ ഒരു പ്രോത്സാഹനമായി മാറിയത് ഈ മാർക്കറ്റാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല ഈ മാർക്കറ്റിനെ.